2024-25 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് പ്രഖ്യാപനത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള പുനരധിവാസം പുനർഗേഹം പദ്ധതിക്കായി അനുവദിച്ച 40 കോടിയിൽ 27 കോടിയോളം രൂപ ചെലവാക്കാതെ സർക്കാർ. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പുനർഗേഹം പദ്ധതിക്കായി ലഭിച്ച അപേക്ഷയിൽ പകുതിയോളം തീർപ്പാക്കിയിട്ടില്ല. 2020 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതുവരെ വീട് നൽകാൻ സാധിച്ചത് 3000-ൽ താഴെ മാത്രം ആളുകൾക്കാണ്. വിവരങ്ങളുമായി ശാലിനിയൊപ്പം ചേരുന്നു. ശാലിനി, ഈ മത്സ്യത്തൊഴിലാളികൾ അല്ലാതെ തന്നെ പരാതികൾ ഉള്ളവരാണ്, അവരെ ആരും പരിഗണിക്കുന്നില്ല എന്ന് പൊതുവേ ജനങ്ങൾക്കറിയാം. ഇവിടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, അതിന് ബജറ്റിൽ തുക മാറ്റിവെക്കുന്നു, അതിൽ തന്നെ പകുതിയിലേറെ തുക, 1/3 തുകയും അവർക്ക് വേണ്ടി വിനിയോഗിക്കുന്നില്ല എന്നത് വിവരങ്ങൾ. കൃഷ്ണരാജ്, 2025-26 സംസ്ഥാന ബജറ്റ് ഈ വരുന്ന 7-ാം തീയതി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിക്കാൻ പോവുകയാണ്, അവതരിപ്പിക്കാൻ പോവുകയാണ് നിയമസഭാ സമ്മേളനത്തിൽ. ആ സമ്മേളനത്തിന്റെ കാലയളവിലാണ് 2024-25, അതായത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ പ്രഖ്യാപിച്ച ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ. ആ പദ്ധതിക്കായി മാറ്റിവെച്ച വിഹിതത്തിൽ വിഹിതത്തിന്റെ ഭൂരിഭാഗവും വിനിയോഗിച്ചില്ല എന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നത്. അതായത് സംസ്ഥാന ബജറ്റിൽ ഏറെ കണ്ണും നട്ടാണ് ഈ തീരദേശ ജനത ഉള്ളത്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ, അവരുടെ പുനരധിവാസം, കടലോര മേഖലകളിൽ താമസിക്കുന്ന ആളുകളാണ്. നിരന്തരം അവരുടെ വീടുകൾ കടൽക്ഷോഭത്തിൽ പോകുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഒരു അന്തി ഉറങ്ങാൻ ഒരു വീട് എന്നുള്ള ആ പ്രതീക്ഷയായിരുന്നു ഈ ഒരു ബജറ്റിലൂടെ സാധ്യമാകുമെന്നുള്ളത് അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ പ്രതീക്ഷയായി തന്നെ അസ്തമിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ കണക്കുകൾ മനസ്സിലാകുന്നത്. ഏകദേശം 40 കോടി രൂപയാണ് കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാന സർക്കാർ ഈ പുനർഗേഹം പദ്ധതിക്കായി വിലയിരുത്തിയത്, അല്ലെങ്കിൽ മാറ്റിവെച്ചത്. അതിൽ 27 കോടിയോളം രൂപ ഇനിയും വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏകദേശം 18,149 കുടുംബങ്ങളാണ് ഇപ്പോഴും സംസ്ഥാന വ്യാപകമായി തീരദേശ മേഖലകളിൽ ദുരിതം അനുഭവിച്ച് അന്തി ഉറങ്ങാൻ വീടില്ലാതെ കഴിയുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ 21,161 അപേക്ഷകൾ ഇപ്പോഴും പാതി വഴിയിലാണ് എന്നുള്ളതും, ആ അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല സർക്കാർ എന്നുള്ളതും വസ്തുതയാണ്. ഒപ്പം തന്നെ പുനരധിവാസം ലഭിച്ചത് ഏകദേശം 3012 കുടുംബങ്ങൾക്ക് മാത്രം എന്നുള്ളതാണ് ഈ കണക്കുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുനരധിവാസം ലഭിച്ചത് അത്രയും കുടുംബങ്ങൾക്കാണ് എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ആളുകൾ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ പ്രളയ സാധ്യതകളും പ്രളയങ്ങളും ഒക്കെ വന്നപ്പോൾ മത്സ്യബന്ധന തൊഴിലാളികൾ എത്രത്തോളം സർക്കാരിന് കരുത്തായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിനും മുന്നിട്ട് നിന്നതാണ്. അവരെ അന്ന് കേരളത്തിന്റെ സൈന്യം എന്നൊക്കെ വിളിച്ച സർക്കാർ തന്നെയാണ് ആ സൈന്യത്തിന്റെ ഭൂരിഭാഗം വരുന്ന ആളുകളെയും ഇത്തരത്തിൽ അവഗണിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിൽ പദ്ധതി ആരംഭിച്ചത് 2020 എങ്കിൽ പോലും 4 വർഷം പിന്നിടുമ്പോഴും ഭൂരിഭാഗം ആളുകളും ദുരിതത്തിൽ തന്നെ തുടരുന്നു, അന്തി ഉറങ്ങാൻ വീടില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ആലപ്പുഴയിൽ മാത്രം ഏകദേശം 4,660 അപേക്ഷകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഭൂരിഭാഗവും തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം, ശംഖുമുഖം അടക്കമുള്ള തീരദേശ മേഖലകളിൽ നിന്ന് ഏകദേശം 4,116 പേരാണ് അപേക്ഷകൾ നൽകിയിട്ടുള്ളത്. പക്ഷേ ആ അപേക്ഷകളിലും പലർക്കും വീട് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. കോഴിക്കോട് ജില്ല പരിശോധിക്കുകയാണെങ്കിൽ 3,515 പേരും അപേക്ഷകൾ നൽകി. അതിലും ഇപ്പോഴും തീർപ്പ് കൽപ്പിക്കാതെ ഈ ഒരു പുതിയ ബജറ്റ് അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഏകദേശം ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപ എന്നുള്ള സഹായമായിരുന്നു. ആ 10 ലക്ഷത്തിൽ പകുതി ആളുകൾക്കും ഈ സഹായം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വസ്തു വാങ്ങാൻ ഏകദേശം 6 ലക്ഷം രൂപയും നിർമ്മാണത്തിന് 4 ലക്ഷം രൂപയും ഒക്കെയായി 10 ലക്ഷം രൂപ നൽകുമെന്നുള്ള സർക്കാർ പ്രഖ്യാപനം അങ്ങനെ ബജറ്റ് രേഖയായി മാത്രം മാറി എന്നുള്ളതാണ് അടുത്തൊരു ബജറ്റ് അവതരിപ്പിക്കാൻ സർക്കാർ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴും തീരദേശ ജനതയെ അവഗണിക്കുക, ഒപ്പം തന്നെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ പല ഘട്ടങ്ങളിലും സർക്കാർ നടത്തുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ബജറ്റ് രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. എന്തായാലും ഇനി പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ഘട്ടത്തിലും ഈ പുനർഗേഹം പദ്ധതിയിൽ അപേക്ഷ നൽകിയവരും ഒപ്പം തന്നെ ഇനി അപേക്ഷ നൽകാനുള്ളവരും ഉള്ളത്. കാരണം ധനമന്ത്രിയുടെ ബജറ്റിൽ ഇനി എന്തൊക്കെയായിരിക്കും പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക, ആ പ്രഖ്യാപനങ്ങൾ ഫലം കാണുമോ, മുൻപ് പ്രഖ്യാപിച്ച ഇത്തരം പദ്ധതികൾ തങ്ങൾക്ക് ലഭ്യമാകുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തീരദേശ ജനത ഇപ്പോഴും ജീവിക്കുന്നത്. കൃഷ്ണരാജ്, ശരി, സർക്കാർ മാറ്റിവെച്ച തുകയിൽ 13 കോടി മാത്രമാണ് ഉപയോഗിച്ചത് എന്നാണ്. അപ്പോൾ 27 കോടി രൂപ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടില്ല. പുനർഗേഹം പദ്ധതി പാതി വഴിയിൽ നിലച്ച മട്ടിലാണ്. ഒരു ബജറ്റ് കൂടി എത്ര പദ്ധതികൾ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു പദ്ധതി പാതി വഴി നിലച്ച മട്ടിലാണ്. ഇനിയും അടുത്ത ബജറ്റ് പ്രഖ്യാപനം വരികയാണ്. അപ്പോൾ അന്നും പ്രഖ്യാപിക്കും ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം എന്ന് പറയും. പക്ഷെ ഒന്നും നടപ്പാകുന്നില്ല എന്നതാണ് ഈ വാർത്തയിലൂടെ ശാലിനി ചൂണ്ടിക്കാട്ടുന്നത്.